പിറവത്തിന്റെ ആഘോഷങ്ങൾക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. പിറവം വലിയ പള്ളിയിലും കത്തോലിക്ക പള്ളിയിലും പെരുന്നാൾ ആഘോഷങ്ങൾ 1 കൊടിയേറി 6 അവസാനിക്കും. അനുഗ്രഹത്തിനുറവിടമാം പിറവം പള്ളി, ആയിരങ്ങൾക്കഭയ കേന്ദ്രമാകും പള്ളി. അനുഗ്രഹത്തിനുറവിടമാം പിറവം പള്ളി, ആയിരങ്ങൾക്കഭയ കേന്ദ്രമാകും പള്ളി. അനന്തകൃപാസാഗരമാം പിറവം പള്ളി, ആശ്വാസദായകരാം രാജപള്ളി. ജനുവരി 5-ന് പേപ്പതിയിൽ നിന്ന് ആരംഭിച്ച് പിറവത്തിന്റെ വിവിധ മേഖലകളിലെ 8 കുരിശടികളിൽ ധൂപപ്രാർത്ഥന നടത്തി 5 മണിക്കൂറിലേറെ സമയമെടുത്ത് പിറവത്ത് എത്തിച്ചേരുന്ന പ്രദക്ഷിണമാണ് പെരുന്നാളിൻ്റെ പ്രധാന ആകർഷണം. മതസൗഹാർദ്ദതയും സാഹോദര്യവും പ്രഘോഷിക്കുന്ന ഈ പ്രദക്ഷിണത്തിൽ ജാതിമതഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നു. 6-ാം തീയതി വെള്ളം വാഴ്ത്തൽ ഉൾപ്പെടെയുള്ള ധനകാ ശുശ്രൂഷകൾക്കും 3 കുർബാനയ്ക്കും ശേഷം വലിയ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഉച്ചപ്രദക്ഷിണം വലിയ ഗേറ്റിങ്ങിലെത്തുമ്പോൾ കൊച്ചുപള്ളിയിൽ നിന്നും വിശുദ്ധ രാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ തുറന്ന് കൂടിനുള്ളിൽ എഴുന്നള്ളിച്ചെത്തി 2 പള്ളികളിലെയും വിശ്വാസികൾ ഒന്നുചേർന്ന് നഗരം ചുറ്റി പ്രദക്ഷിണം തിരിച്ച് 2 പള്ളികളിലും എത്തിച്ചേരുന്നതോടെ തിരുനാളുകൾക്ക് കൊടിയിറങ്ങുകയായി. യേശുക്രിസ്തുവിൻ്റെ ജനനസമയത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ദിവ്യനക്ഷത്രത്തെ പിന്തുടർന്ന് പൊന്നും മീറയും കുന്തിരിക്കവും ദിവ്യശിശുവിന് കാഴ്ചവെച്ച രാജാക്കന്മാർ നാട്ടിൽ തിരിച്ചെത്തി സ്ഥാപിച്ചതാണ് പിറവം വലിയ പള്ളി എന്നാണ് ഐതിഹ്യം. നാട്ടിലെ പ്രമുഖ ഹൈന്ദവ കുടുംബമായിരുന്ന ചാലാശ്ശേരി പണിക്കരാണ് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള ചെറിയ കുന്ന് പള്ളിക്കായി നൽകിയത്. ഇന്നും ശിലാസ്ഥാപന തിരുനാൾ ദിവസം ചാലാശ്ശേരിക്കാരനവർ പള്ളിയിലെത്തി 5 കോപ്പും ഏറ്റുവാങ്ങി രാജാക്കളെ തൊഴുതു മടങ്ങുന്നു. കൂനംകുരിശ് സത്യത്തിനു മുമ്പ് മലങ്കര ക്രൈസ്തവർ ഒന്നിച്ചാണ് വലിയ പള്ളിയിൽ ആരാധന നടത്തിയിരുന്നത്. എന്നാൽ കൂനംകുരിശ് സത്യത്തിന് ശേഷം പിറവം പള്ളി മാർത്തോമ്മ മെത്രാന് കീഴിൽ വന്ന് 44 പള്ളികളിലൊന്നായതിനെ തുടർന്ന് വടക്കും ഭാഗക്കാരായ കത്തോലിക്കർ വിശുദ്ധ രാജാക്കന്മാരുടെ പേരിൽ കൊച്ചുപള്ളി സ്ഥാപിച്ച് കോട്ടയം രൂപതയുമായി ഐക്യപ്പെട്ടു. തെക്കും ഭാഗക്കാരായ യാക്കോബായക്കാർ വലിയ പള്ളിയിൽ ആരാധന നടത്തിപ്പോരുന്നെങ്കിലും നാട്ടുകാരൊന്നിറങ്ങും വിശുദ്ധ രാജാക്കന്മാരുടെ നട എന്ന വിശ്വാസത്തോടെ തീർത്ഥാടന കേന്ദ്രമായി കരുതി വലിയ പള്ളിയിലെത്തി അനുഗ്രഹങ്ങൾ തേടി